Alright, what's good, YouTube? I'm gonna post this video 3 years later. ഈ സ്ക്രീനിൽ ഇപ്പം നമ്മൾ കാണുന്ന ഈ ചെറുപ്പക്കാരൻ അന്ന് ആര് കണ്ട് 3-4 കൊല്ലം മുന്നേ ഇവൻ്റെ നെറ്റ്വർത്ത് $40 മില്യൺ ആവുന്നു. ഇവൻ വേൾഡിലെ വൺ ഓഫ് ദി ബെസ്റ്റ് എൻ്റർടൈനർ ആവുന്നു. അന്ന് ആരറിഞ്ഞ് അപരാധവും കൈവും ഇത് രണ്ടും ഒരുമിച്ച് കിട്ടിയൊരു മുതൽ. അതാണ് സത്യം പറഞ്ഞാൽ ഐസി സ്പീഡ്. ഓക്കെ, ഇന്ന് നമുക്ക് ഐസി സ്പീഡിൻ്റെ കരിയർ നോക്കാം. ഇന്ന് നമുക്ക് ഐസി സ്പീഡിനാണ് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫൺ, പിന്നെ 18+ കാര്യങ്ങൾ, അങ്ങനെ പലതും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഞാൻ ഓൾറെഡി ഡിസ്ക്ലൈമർ ചെയ്തു. ഓക്കെ, നമുക്ക് വീഡിയോ പോവാം. ഓക്കെ, സ്പീഡിനെ പറ്റി ഫസ്റ്റ് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് സ്പീഡിൻ്റെ അപരാധത്തു നിന്നാണ് തുടങ്ങാൻ. ഓക്കെ, fucking alligator, bro. I'm from fucking Florida, Broward fucking county. ഒരു മുതലടാ. I'm a fucking jet. I'm a fucking I jet. can't take an ass smack back. അതിനെ കയറി പിടിക്കുന്നതാ. Just move. I swear to God, if you move. How about you do it? You jump him. സൈഡിലെ ആൾക്കാർ മുട്ടി കൊടുത്ത് പാടെ ചെയ്ത സത്യം ഒരു എന്തു ചെയ്യും. See? ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആണ്. എന്തുകൊണ്ട് ചെയ്യും ഇപ്പൊ ശ്രദ്ധിച്ചോ. He do it. He's scared of fuck, so you do it. He's scared of fuck. Read it real quick. Read it? Yeah. Show him how to jump it. Just do it. It's my brother. That's your brother? Okay, then do it. Bro, he does it all the time. Do it. He just told you to show him. Go. Nah, bro. See, they scared. They scared. No. എടാ Oh. ആ ചെറുക്കനെത്ര സിമ്പിൾ ആയിട്ട് അതിന്റെ തൊട്ട് That's all. That's it? എടാ മോഹൻലാലിന്റെ ജന്മത്തിൽ ഇത്തിരി respect ഇല്ല. He make it look so easy. He been trying to hump a gator the whole day. That's why he did that. He been trying to hump this gator the whole time. All right, bet. ഓനെ Bring him out ഓൾറെഡി of ട്രെയിനർ ആണ് കേട്ടോ. Bro, bring him out of pin more and I'm gonna do it on God. I know, right? We didn't even think about that. Hey! God damn. Okay, I got it. Oh my, bro, I'm so hyped for him to സ്പീഡ് catch you. ഒന്നല്ല, എനിക്ക് ഉറപ്പാ That's ഉറപ്പാ you. സ്പീഡ് എന്നെ കയറി പിടിക്കും. There you go. I'm keeping him distracted. Go. Go. എടാ അത് മുതലടാ, പല്ലല്ലടാ മുതലടാ. എടാ മുതലന്റെ ബൈറ്റ് ഫോഴ്സ് എത്രയാന്ന് അറിയാം. ഗൂഗിളിൽ സെർച്ച് 4000 PSI ഒറ്റക്കടിക്ക് നമ്മളെ സ്കള്ള് വരെ പൊളിക്കാല്ലാത്തൊരു ശേഷി. എടാ അതിനെ പിടിച്ച് എടാ ഇതൊക്കെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത ടെർമിനേഷൻ കിട്ടൂലേ. എടാ ഇതൊക്കെ എങ്ങനെ യൂട്യൂബിൽ ഉണ്ടാവണ്? എനിക്ക് മനസ്സിലാവില്ല. ഇത് എത്ര മുതലനെ വരെ പണി ഗർഭുണ്ടാക്കി. I did it! Get him! Tape him! Tape him, y'all! Tape him! Tape him! What are y'all doing? Tape him! സത്യം പറയാല ഈ ലോകത്ത് ഇവന്റെ മുന്നിൽ മനുഷ്യരും മൃഗങ്ങളൊന്നും സേഫ് അല്ല. ഓക്കെ, നെക്സ്റ്റ് പറയാനുള്ള എന്താ വെച്ചാൽ ഇവന്റെ ഗെയിമിംഗ് കരിയർ. ഇവൻ ഗെയിമിങ്ങിലും വൺ ഓഫ് ദ ബെസ്റ്റ് കരിയർ ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങൾ എന്റർടൈൻമെന്റും ഗെയിമിങ്ങിനും. ഇതാ ഗെയിം നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് ഫോർട്ട്നൈറ്റ് ആണ്. ഓക്കെ, Where is it? ഇപ്പൊ കണ്ടോ, അത് ശ്രദ്ധിച്ചോ. ഇത് മനസ്സിലായെങ്കിൽ നന്നാ മനസ്സിലായോ? മോനെ ഇത് എത്രത്തോളം വലുതെന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഓക്കെ, ഇവൻ സ്ട്രീമിങ് തുടങ്ങിയത് 7 കൊല്ലം മുന്നേ. സ്പീഡ് സ്ട്രീമിങ് തുടങ്ങുന്ന സമയത്ത് അവനെ ഫസ്റ്റ് ലൈവ് പറഞ്ഞാൽ ഫോർട്ട്നൈറ്റിനെ പറ്റി 7 കൊല്ലം മുന്നേ. അതിനുശേഷം ഇതാ ഇപ്പോൾ 7 കൊല്ലത്തിൻ്റെ അപ്പുറം ഫോർട്ട്നൈറ്റ് തന്നെ ഗെയിം ഒഫീഷ്യലി ഓൻ്റെ ക്യാരക്ടറും ഓൻ്റെ സ്കിന്നും ഇൻ ഗെയിമിൽ കൊടുക്കുന്നത്. ഇതിലും വലുത് എന്താണ് ഒരു ക്രിയേറ്ററിന് കിട്ടാല്ലേ? W's in the chat. Sweet. Let's go. ഈ ഡബ്ല്യു ആയിരുന്നു പറഞ്ഞ സംഭവം തന്നെ കൊടുക്കുന്നത് ഈ സ്പീഡാണ്. എനിവേ, പിന്നെ പിന്നെ അവൻ്റെ മെയിൻ സംഭവം എന്താ വെച്ചാൽ സ്പീഡിൻ്റെ ഒരു കിഡിലൻ ടാക്ടിക്സ് ഉണ്ട്. ഇനി സത്യം പറഞ്ഞാൽ സ്പീഡ് മെയിനായിട്ട് വൈറലാവാൻ മെയിൻ ഒരു ടാക്ടിക്സ് എന്താ വെച്ചാൽ മെസ്സി വീസസ് റൊണാൾഡോ. ഞാൻ പറയട്ടെ, കാരണം ഓൾറെഡി മെസ്സിക്കും റൊണാൾഡോക്കും അത്യാവശ്യം നല്ല ഫാൻസ് ഉണ്ട്. ഓൾറെഡി ഗോഡ് ഡിബേറ്റ് ഇഷ്ടംപോലെ നടക്കണം. അപ്പോൾ സ്പീഡ് എന്ത് ചെയ്തു? സ്പീഡിൻ്റെ ഹൈ ലെവല് IIT ലെവൽ ഫ്രീ അതിന് നടുവിൽ കയറേണ്ടിരുന്നത് കണ്ടോ. അപ്പോൾ രണ്ടാളൊന്നും വരുന്ന ക്രിട്ടിസൈസ് ആവട്ടെ എന്ത് നല്ലതാവട്ടെ എന്തും കിട്ടും. ഓക്കെ, നമുക്ക് നോക്കാം സ്പീഡിന് റൊണാൾഡോനെ എത്രത്തോളം ഇഷ്ടമാണെന്നും മെസ്സിന് എത്രത്തോളം വെറുപ്പാണെന്നും നമുക്ക് നോക്കാം. ഓക്കെ, ഇതവിടെ മനസ്സിലായി നിങ്ങൾക്ക്. മെസ്സിൻ്റെ 8ാമത്തെ ബാലൻ ഡ്യൂർ കൊടുക്കുന്ന ഇവൻറ്റ് അതാണിത്. ഓക്കെ, ഇതൊക്കെ അന്ന് ഓർക്കണം, എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും. അന്ന് സ്പീഡിന് പോലെ 8ാമത്തെ ബാലൻ ഡ്യൂറിന് വേണ്ടി അവിടെ ഒരു ഇൻവിറ്റേഷൻ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അതൊരു സ്ട്രീമറിന്. അത് ആലോചിക്കണം. അവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ അത്യാവശ്യം ക്യാപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരാണ്. ആരും ഫ്രീ ആയിട്ടൊന്നും ബാലൻ ഡ്യൂറിൽ ലിസ്റ്റിൽ ഇത് കേട്ടില്ല. കാരണം അവിടെ ഇരിക്കണൊക്കെ ചിലപ്പോൾ ഒന്നെങ്കിൽ ഫുട്ബോളിൻ്റെ മേഖലയിലുള്ള ആൾക്കാരോ അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ ഇതാ ഒരു സൈക്കോ റൊണാൾഡോ. എടാ മെസ്സിക്ക് 8ാമത്തെ ബാലൻ ഡ്യൂർ ആ ടൈമിൽ റൊണാൾഡോ ലിസ്റ്റിലും കൂടി ഇല്ല, ടോപ്പ് 10ലും കൂടി ഇല്ല. സോറി, ഇനി ഞാൻ പറയട്ടെ, ഞാൻ ഗോഡ് ഡിബേറ്റ് ഉണ്ടാക്കില്ല.
അത് റോണോയോ ആവട്ടെ മെസ്സി ആവട്ടെ രണ്ടും ഗോട്ട് തന്നെ. പക്ഷെ ഇവിടുത്തെ ഫോൺ എന്താ വെച്ചാൽ അന്ന് റോണോ ലിസ്റ്റിലില്ല. പക്ഷെ ഈ പൊട്ട നോക്കി ഒരു ഐഡല് ജയിക്കാൻ വേണ്ടി എന്ത് ചെയ്തു തന്നെ. പിന്നെ ഇവരെന്താ എക്സ്പെക്ട് ചെയ്യണത്? റോണോ ലിസ്റ്റിലില്ല. ലിയോണൽ മെസ്സിയാണ് മുഗ്ഗര്. ഒന്നാമത് മനസ്സിലാക്കണോ ഇവിടെ ഇപ്പൊ ആ ഒരു സ്റ്റേഡിയത്തിൽ എല്ലാരും നല്ല സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് നിൽക്കുക. അതിന്റെ ഇടയ്ക്ക് ഒരൊറ്റ സാധനം പറയിപ്പിച്ച ഒന്നുപോലെ ഓ റാൻഡമായിട്ട് മെസ്സേജ് കിട്ടി. എടാ ഇത് ഈ റീൽ ഞാൻ ഇൻസ്റ്റയിൽ കണ്ടതാ. ഞാൻ എല്ലാം പറയാം 18 വയസ്സിന്റെ താഴത്തേക്ക് ആൾക്കാർ ഈ വീഡിയോ കണ്ടിട്ട് ഇപ്പൊ തന്നെ നിർത്തി പോയിച്ചോ. നിങ്ങൾ ലൈഫിൽ ട്രോമറ്റൈസ് ആയി പോവും. നാശത്തിലേക്കാണ് നിങ്ങളുടെ പോക്ക്, നാശത്തിലേക്ക്. മെസ്സിന്റെ കാർഡ് കിട്ടി. ഇനി എന്ത് ചെയ്യാ? എനിക്കറിയാടാ, അതെ കണ്ടിട്ടാ. എനിക്കൊരു ഫേസ് ആണ്. സോറി. എടാ ഒന്നാമത് പോലെ അത് കേക്കിലുണ്ടാവില്ല, രണ്ടാമത് അതുപോലെ തൊള്ളിക്കൂട്ട്. എടാ ഇത് മാത്രം എന്ത് ദ്രോഹാടാ മെസ്സി എന്നോട് ചെയ്ത്. ഓക്കെ, ആൾമോസ്റ്റ് ഈ ക്ലിപ്പ് കാണാത്ത ആരും ഉണ്ടാവില്ല. പക്ഷെ എന്നാലും ഇതും പാടെ ഈ വീഡിയോയിൽ ആഡ് ചെയ്യണമെന്ന് തോന്നി. ഇവരെ ഈ റൊണാൾഡോനോടുള്ള ഈ പാഷനും റൊണാൾഡോനോട് ഈ ഇഷ്ടം കാരണം അവസാനം റോണോ അവനെ റിയൽ ലൈഫിൽ കാണുന്ന മൊമെന്റ്. സ്പീഡിന്റെ ലൈഫിലെ വൺ ഓഫ് ദ ബെസ്റ്റ് റൊണാൾഡോനെ കണ്ട മൊമെന്റ്. ഇത് ഓർക്കുന്നുണ്ടോ? ഇത് ട്രെൻഡിങ് ആയ സമയത്ത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇത് ഫുള്ളായിരുന്നു അങ്ങനെ കിട്ടും. ഇത് എത്ര കാലം കാത്തിരുന്നല്ലേ റോണോനെ കാണാൻ. എന്നാലും അവനെ അവിടെ എത്തിപ്പെട്ടില്ല. അതാണ് ഞാൻ പറയുന്നത്. കൈവരികയാണെന്നുണ്ടെങ്കിൽ ഇവരെ അവരുടെ ലൈഫിലെല്ലാം നേടിയിട്ടുണ്ട്. ഒരു ആഗ്രഹപ്പെട്ട എല്ലാം നേടിയിട്ടുണ്ട്. റോണോയുടെ ടാറ്റു അവിടെ കയ്യിലെച്ചിക്ക. റൊണാൾഡോക്ക് ഇതിലാറ വലിയൊരു ഫാനും കിട്ടാല്ലേ ഞാൻ പറയുമ്പോൾ. സത്യം പറയല്ലോ, റൊണാൾഡോ റിലാക്സ്, ഞാൻ അവിടെ തന്നെ ഉണ്ട്. ഇത് റൊണാൾഡോയുടെ ഇഷ്ടമുണ്ട്, വേറെ കാര്യം. പക്ഷെ എന്നും വെച്ച് മെസ്സിനെ ഇത്രയും ഹേറ്റ് ചെയ്ത് കൊല്ലണോടെ ഞാൻ അയച്ചിട്ടുള്ളൂ. പിന്നെ മെയിനായിട്ടുള്ള അവൻ്റെ നെക്സ്റ്റ് ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവൻ വേൾഡ് ടൂർ ചെയ്യലുണ്ട്. അത് ഇപ്പോൾ ഒരു ദിവസം അമേരിക്കയിലാണെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം ആഫ്രിക്ക, അത് കഴിഞ്ഞ് സ്വിറ്റ്സർലാൻഡ്. ഈ വേൾഡ് ടൂർ ചെയ്യൽ സത്യം പറഞ്ഞാൽ ഇവൻ്റെ ഒരു മാസ്റ്റർ ബ്രെയിൻ ആണ് തന്നെ പറയാം. കാരണം എന്താ വെച്ചാൽ ഇവന് ഓൾറെഡി ഇവൻ്റെ ലാംഗ്വേജ് ഇംഗ്ലീഷാണ്. അപ്പോൾ ഓൾറെഡി ഇവന് ഒരു ഗ്ലോബൽ ഓഡിയൻസ് ഉണ്ടാക്കാം നമ്മളെക്കാളിലൊക്കെ എത്ര സിമ്പിളാണ്. അങ്ങനെ ഇവൻ ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട്. ഇന്ത്യയിൽ എത്തിയിട്ടുള്ള വിഷ്വൽസ് അപ്പം നമ്മൾ കാണാം. നമ്മൾ ഇന്ത്യൻസിന്റെ ഇംഗ്ലീഷ് കണ്ടാൽ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവില്ലേ? വാട്ട് യു ഡൂയിങ്? Kiss him here. Kiss him here. Come on, kiss him here. Kiss. കടിച്ചടാ, ശരിക്കും കടിച്ച്. ഇതെന്താണ് റാബിസോ? പേളക്ക് സഡൻ ഡെത്ത്. ഇങ്ങനെ ഒരു മനുഷ്യനെ കൊണ്ടിങ്ങനെ പാൻറ്റൊക്കെ കീറിയിട്ട് സംഭവം അത് കടിച്ചിട്ട് അതിന്റെ അടുത്തെത്തിയിട്ടുള്ളൂ. പക്ഷെ ഇത് ഇവന്റെ ഓവർ റിയാക്ഷൻ പോലെ. ഓ നെക്സ്റ്റ് ഇത് കണ്ടോ? ഇത് കണ്ടോ? Everything, hold on, wait. Everything, you feel me? Everything might seem regular, right? Watch this though. Watch this. ഇത് ഞാൻ പറഞ്ഞതാ, ഇത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതായത് മെസ്സി ഒഫീഷ്യലായിട്ട് ഇവന്റെ അക്കൗണ്ടിനെ ബ്ലോക്ക് ചെയ്തേക്കാം. പറയാൻ കാരണം എന്താണോ? എടാ മെസ്സിനെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇവനൊരു ലൈഫ് ത്രെറ്റാണ്. മെസ്സിന്റെ വൈഫിനും കിഡ്സിനൊക്കെ ലൈഫിലൊരു ത്രെറ്റാണ്. ഇതിന് മെസ്സി ബ്ലോക്ക് ചെയ്തേക്കാരോ? വല്ല ലൊക്കേഷൻ കിട്ടില്ല. എടാ ആ മുതലനെ പണ്ണണ വീഡിയോ ഒക്കെ കണ്ടിട്ട് പിന്നെ മെസ്സി പേടിക്കാതിരിക്കണേ. ഇവിടുന്ന് നോക്കേ. No, I can't DM him, right? My account. But look, മെസ്സിനെ DM ചെയ്യാൻ പറ്റില്ല, മെസ്സിനെ ഫോളോ ചെയ്യാൻ പറ്റില്ല. I switch to my second account and do the same exact thing. മെസ്സി He got on this Instagram, right? He clicked my profile. Oh, yes. So Messi seen my കണ്ടു, അന്ന കണ്ടു. He went on my profile. He looked at me. രണ്ടാമത്തെ കാര്യം വെച്ചാൽ ഇവൻ അപരാധിയാണെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു. ഒന്നാമതായിട്ട് രണ്ടാമത്തെ കാര്യം വെച്ചാൽ ഹൈലി ടാലൻ്റ് ആണ്. ഞാൻ പറയാന്ന് വെച്ചാൽ
ഇപ്പം ഭയങ്കര വലിയൊരു അത്ലറ്റാണ്. ഇപ്പം ബാക്ക് ഫ്ലിപ്പ് ചെയ്യും, മറ്റേ പേരിൻ്റെ സ്പീഡ് കാണാം. ഇപ്പം ഒരു സ്പ്രിൻറ്റ് ചെയ്യാനുള്ള കഴിവ് അപാരാണ്. തൊലിക്കട്ടി സ്പ്രിൻറ്റ് ചെയ്യാനുള്ള കഴിവ്. ഇതിൽ ഈ മിസ്റ്റർ ബീസ്റ്റിന്റെ വീഡിയോ ശ്രദ്ധിച്ചോ? ഈ വീഡിയോയിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ സ്പീഡും പിന്നെ അതിൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന വെച്ചാൽ വേൾഡിൽ കറന്റ് ഇപ്പോൾ ഏറ്റവും ടോപ്പ് സ്പീഡുള്ള ആൾ തമ്മിൽ മത്സരിക്കുക. അതായത് ഒരു ഒളിമ്പിക് അത്ലറ്റ് വേഴ്സസ് സ്പീഡ്. ഇതൊരു മിസ്റ്റർ ബീസ്റ്റ് വീഡിയോ ആണ്. ഓക്കെ, And if Speed somehow wins, he'll officially become the fastest man on the kanda planet. if Speed wins, he will becomes the official fastest man on earth. You know what? Oh, kana back ഒരു മോഡലല്ലേ സത്യം പറഞ്ഞാ. Mark, Oh my set. fastest man on earth versus Speed. Currently is one. Speed മുന്നിൽ. Speed മുന്നിൽ. Just wait. He might be. Speed go. Oh. അല്ലടാ ഒരു വേൾഡ് ക്ലാസ് അത്ലറ്റ്. Oh my God, Speed is gonna be close. അത് ടൈയല്ലേ? Oh my God, that was so close. That was the top. ആഹാ. That was the top. Let's watch the video. That was the top. I'm gonna go get my money. അല്ലടാ This, സംഭവം മാറട്ടെ. സംഭവം ശരിയാ. നിങ്ങളൊന്ന് ആലോചിച്ചു, ഇപ്പൊ കറന്റ് ഏറ്റവും ടോപ്പില് വേൾഡിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന റണ്ണറിനായിട്ട് ഈ ഒരു ക്ലോസ് ലെവലിലെങ്കിലും ഒരെത്തി. അത് സംഭവിക്കണം, ഇല്ല പറയാലോ. ഇതാ ഞാൻ പറഞ്ഞത്, വെറും അപരാധം മാത്രം പോരാ, കഴിവും വേണം. അല്ലെങ്കിൽ നമ്മൾ ആറാട്ടനെ പോലെ ഞാൻ വെറുതെ പറയണോ. ഓക്കെ, പിന്നെ ഇവന് പെണ്ണുങ്ങളോട് സത്യം പറഞ്ഞു, പെണ്ണുങ്ങളോട് പെരുമാറും ശരിയായ റിസർവ്. ഈ വീഡിയോ ഉണ്ടോ അത് മനസ്സിലാവും എനിക്ക്. പെണ്ണുങ്ങളുടെ എങ്ങനെ പെരുമാറും No, wait, no, time out. Wait, time out. Then, wait, time out. Listen to me. ശരിയായ റിസർവ് സത്യം പറയണം. Hotel. And then they listen to me. I say, yo, let's go to the Ronaldo Hotel in Morocco. But they didn't want to listen to me. I don't understand it. Where did you buy this? About this? കോസ്റ്റ്യൂമിനെ പറ്റി At one of my friends. എടാ ഇവരാരാ ഇങ്ങനത്തെ കോസ്റ്റ്യൂം ഒക്കെ കൊടുക്കണേ? സത്യം പറഞ്ഞു കണ്ടാ ഛർദിച്ച ലൈഫ് കോസ്റ്റ്യൂം ഇങ്ങനെ ഫുള്ള് സ്ട്രീം. എന്തിനാണോ ഇവരെ കളക്ഷൻ ഇങ്ങനെ നോക്കി? എന്താ അപരാധിച്ച സാധനം? ഒരു ഡ്രസ് റൂം കളക്ഷൻ തന്നെ അപരാധം എന്ത് കൂടുതൽ അധികാരല്ലേ? Yeah, I could. Just give me your number. What's your number? No way. നമ്പർ ചോദിച്ചു കിട്ടിയില്ല. അതിനുശേഷം നടത്തം കണ്ടങ്ങള് നടത്തം ഇതൊന്നും ഇവിടെ കണ്ടു. സോറി എനിക്ക് ഇവരെ കാണുമ്പോ ചുരിയടോ അതൊന്നും മനസ്സിലാവില്ല. ഈ നടത്തം കണ്ടോ? Just give me your number. What's your number? No way. നമ്പർ കണ്ടു വന്നിട്ട് നടത്തം കണ്ടോ? How does woman help one help? But they can't even get ബ്രോ the ടേക്ക് number. ഇറ്റ് പേഴ്സണലി. How you want help? എടാ പേഴ്സണലായിട്ട് എടുക്കല സ്പീഡ് അങ്ങനെ ഉണ്ടാവും, സ്വാഭാവികം. Woman, man. Women, just women. That's why I Just can't with women. Bro, wallahi, I can't with women, bro. She said she wanted to know where I get this from. So that's okay. Let me get your number. അത് സാരല്ല, So I അത് can't- സാരല്ല. അത് ചില സമയത്ത് ഇങ്ങനെ ഉണ്ടാവണം. അത് പോട്ടെ. എടാ ഇവൻ സത്യമാണല്ലോ. ഇവൻ മാത്രല്ല, ഇവന്റെ ഫാമിലി ഇല്ല എല്ലാവരും അടിപൊളിയാണ്. അത് ഇവന് ഫുൾ സപ്പോർട്ടാണ്. അല്ല ഇപ്പൊ നടക്കുമല്ലോ. ഇത് ആലോചിക്കും, നാളെ തൊപ്പിനെ പോലെ വേറെ അല്ല അങ്ങനെയൊക്കെ അപരാധം കാണിക്കേണ്ടി വരും. ഇത് നോക്കാം ഇവിടെ ചെയ്യാൻ പോണോ. Sus yet. ഓന്റെ അനിയന്റെ സെർച്ച് ഹിസ്റ്ററി എടുത്താണ്ട് ലൈവില് കാണിക്കാം. എന്തൊരു നാറിയാണ് നോക്കാം. I've been watching it. എന്തൊരു നാറിയാണ്. Like, I can't understand me. Like, come on. You ain't watching bro. porn no That's what more. I'm talking about, bro. I never did, but it's cool. Yeah. എടാ എന്തിനാടാ ഇത് കാണിക്കണേ? Record. എടാ 91K വാച്ചിങ്, അത് ലൈവില് 91K വാച്ചിങ്. ഞാൻ സത്യം പറയാം, പേഴ്സണലി ഞാൻ കണ്ടവരാ അർജന്റീന വേഴ്സസ് ഫ്രാൻസിന്റെ ലൈവില് ഇവന് 565K ലൈവ് വാച്ചിങ്. എനിക്ക് തോന്നല്ല ഇവൻ മൈക്കിൾ ജാക്സൺ ലൈവ് വന്ന പോലെ അത്രയും ആൾക്കാർ വരുമെന്ന് എനിക്കറിയില്ല. എന്താ അത് അത്രയും മാസീവ് ആണ് ഒരു ഓഡിയൻസ്. ഇപ്പൊ 92K ആണ് ഓന്റെ ലൈവ് കോൺകർ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ. ഇതൊന്നും ഇവിടെ കാണിക്കണ്ട, ഇത് ഫാമിലി ഫ്രണ്ട്ലി ചാനലാണ്, ഇങ്ങനത്തെ ഒന്നും ഇവിടെ കാണിക്കൂല. എടാ ഇപ്പൊ നോക്കാം സ്പീഡിന്റെ ചാനല് 50 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആയി. പിന്നെ മെയിനായിട്ട് പറയാനെന്ന് വെച്ചാൽ ഇവൻ വേൾഡ് കപ്പിന് ഇറക്കിയൊരു പാട്ടൊക്കെ, ഒരു കിട്ടിലും പാട്ടൊക്കെ ആക്ച്വലി വേൾഡ് കപ്പ് പറഞ്ഞ സോങ്. ഇവൻ റാപ്പറാണ്, സ്ട്രീമറാണ്, ഗെയിമറാണ്, പക്ക എൻ്റർടൈനറാണ്, അത്യാവശ്യം നല്ല ബുദ്ധിയുണ്ട്, അത്യാവശ്യം അപരാധം പറഞ്ഞാൽ മാക്സ് ലെവലും. ഇതാ പറഞ്ഞത് ഇങ്ങനെ എല്ലാതും പാടെ കൂടി ഒരു കോംബോ പറഞ്ഞാൽ വളരെ റയറാണ്. ഇവൻ്റെ റാപ്പ് സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ റാപ്പോടെ പ്ലേ ആണെന്നുണ്ട്, പക്ഷെ കോപ്പിറൈറ്റ് ക്ലെയിം ഇട്ടുന്നതിലൂടെയാണ്. എനിക്ക് ആഡ് റവന്യൂ വേണ്ടേ, എനിക്ക് പൈസ വേണ്ടേ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്രിയേറ്ററായിട്ട് നമുക്ക് ഇനി വരാം. ഇനി നമുക്ക് തൊപ്പി, ഈഗിള്, സായിപ്പ് ഇവരൊക്കെ വേണം നമുക്ക് റിയാക്ട് ചെയ്യാം. എനിവേ നമുക്ക് ഓരോരുത്തരെ കരിയർ എടുത്ത് നോക്കാം, നമുക്ക് ഓരോരുത്തരെ വെച്ച് റിയാക്ട് ചെയ്യാം. ഇങ്ങനത്തെ ഇനി നമ്മുടെ ചാനലിൽ ഒരുപാട് റിയാക്ഷൻ വീഡിയോസ് വരാൻ പോവാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുകയായിരിക്കണം. നമ്മൾ മൈൻക്രാഫ്റ്റ് കഴിഞ്ഞ ഇപ്പോൾ റിയാക്ഷനൊക്കെ വന്നാലും ഓഡിയൻസ് നമ്മളെ വിട്ടു പോകില്ല, നമുക്ക് വിശ്വസിക്കാം. ഓക്കെ, എനിക്കറിയില്ല. എനിവേ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം.
ഇത് ഫാമിലി ഫ്രണ്ട്ലി ചാനലാണ്. ഗുഡ് ബൈ.